ഉണ്ടാക്കാൻ പോകുന്ന മീൻകറിയാണ്. പല സ്ഥലങ്ങളിലും പല ടൈപ്പിലായിരിക്കും മീൻകറി ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇത് വേറെ സ്ഥലത്ത് നിന്ന് കോപ്പി അടിച്ചൊന്നുമല്ല. ഇതൊരു സ്വന്തം കലാഭവൻ മണി ചിത്രം എന്ന് പറയുന്ന പോലെ ഇതൊരു കലാഭവൻ മണി മീൻകറി. അതെന്താ വെച്ചാൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എല്ലായിടത്തും സാധാരണ കറി വെച്ചതിന് ശേഷമാണ് താളിക്കുക. ഇത് ഞാൻ നേരെ വിപരീത, എൻ്റെ ബുദ്ധി പോലൊക്കെ തന്നെ തലക്കീക്കലാൻ പാടാ. അപ്പോൾ ഒരു കലാഭവൻ മണി മീൻകറി. അപ്പോൾ നമുക്ക് ഈ കടുകൊന്ന് ആദ്യം അങ്ങോട്ട് കിളുക്കാം. അതിനുശേഷം ഉലുവ. ഈ കർക്കിടക മാസത്തിലൊക്കെ ഉലുവ കഞ്ഞി കുടിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം ശരീരത്തിന് എല്ലാ ഔഷധം ഏൽക്കുന്ന ഒരു സമയമാണ്. എന്തായാലും നമുക്ക് ഉലുവിടാം. ആ മുളക് കൊടുത്താൽ മോനെ. അതിനുശേഷം ഇത് പൊട്ടിച്ചില്ല. നമ്മൾ ഈ മുളകിൻ്റെ പേരാണ് ഭയങ്കര, പല സ്ഥലങ്ങളിൽ പല പേരാണ്. അത് പൊട്ടിക്ക് പൈത്ര. ഉണക്കമുളക്, കൊല്ലം മുളക്, അത് ഒരുപാട് പേരുകളാണ് ഈ മുളകിന്. എന്തായാലും ഞങ്ങളുടെ പറയാറ് ഇതിന് ചുമന്ന മുളക്. ഉപ്പൊക്കെ എടുത്താ കേട്ടോ, ഉപ്പ് ഇട്ടോ കിട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു, കുറച്ചുകൂടി കറിവേപ്പില. ഓക്കെ. സവാള. അതിനുശേഷം നമ്മൾ സവാള ഇതൊക്കെ ഇടും. ഈ സവാള ഇടുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടും. അതിന് കൂടെ മഞ്ഞപ്പൊടിയും കൂടി കൊണ്ട് ഇടാം. അതിൻ്റെ കൂടെ പച്ചമുളക്, നന്നായിട്ട് ഇഞ്ചിയിട്ട പയറിനൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, അത് നന്നായിട്ട് ഇളക്കാം. ഇത് മല്ലിപ്പൊടി, മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ. മതി മതി. അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല കുടംപുടി. ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ മീൻ അങ്ങോട്ട് ഇടുക. കളിക്കാൻ മസാലപ്പൊടി നല്ല ഈ സാധാരണ മീൻ കറിയിൽ ചിക്കൻ വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടി വെള്ളം എടുത്തേ. ഇതൊന്ന് മൂടി വയ്ക്കോ. ഇതിൽ ഉപ്പുണ്ടോ നോക്കാം. ഓക്കെ. കുറച്ച് കുറവാ. ഇതിൽ ഉപ്പിടുത്തേ. മതി. അങ്ങനെ മീൻകറി ആവാൻ പോകണം.